ഹലോ നമസ്കാരം അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സണ്ണി. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് ആണ്. ഇത് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ 2 ദിവസം മുമ്പ് ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാന്നുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞാൻ പരിചയപ്പെടുത്തിയത് മാനുവൽ ആയിട്ടുള്ള ഒരു തെർമോസ്റ്റാറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ വിവരിച്ചിരുന്നു. പക്ഷെ നാട്ടിലുള്ള പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഈ തെർമോസ്റ്റാറ്റ് നാട്ടിൽ കിട്ടാനില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത്, ഇതേപോലെ തന്നെ ഒരു സുഹൃത്തും കമന്റ് ചെയ്തിരുന്നു, ഓൺലൈൻ സൈറ്റ് ആയ അലിഎക്സ്പ്രസിൽ ഈ മാനുവൽ തെർമോസ്റ്റാറ്റ് അവൈലബിൾ ആണ്, പക്ഷെ 300 രൂപയ്ക്ക് മേളിലാണ് അതിന്റെ പൈസ. അപ്പൊ ഞാനിവിടെ സൈറ്റുകളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിനും ഏകദേശം ആ അടുത്ത വില തന്നെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചെലവ് കുറച്ച് ഉണ്ടാക്കാനായിട്ടാണ്. മുമ്പൊക്കെ ഞാൻ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിന്റെ വില നോക്കുമ്പോൾ നല്ല വില ഉണ്ടായിരുന്നു, 1000ന്റെ മേലെ വില ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കോമൺ ആയിട്ട് യൂസ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നല്ല വില കുറവാണ്, 300 സംതിങ് കാണിക്കുന്നുള്ളൂ. അപ്പോ ഞാനിതുവരെ ആ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്ത്, ഇവിടെ അടുത്തുള്ള ഒരു സുഹൃത്ത്, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു ഫ്രിഡ്ജിൽ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ അതിന്റെ തെർമോസ്റ്റാറ്റ് എനിക്ക് തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ തെർമോസ്റ്റാറ്റ് എനിക്ക് കിട്ടി. അപ്പൊ ആൾക്കും അത് സെറ്റ് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് അറിയില്ല, കാരണം നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടതാണ് ആരോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ അത് കൊണ്ടുവന്ന് കുറച്ചു നേരം അതിൽ നോക്കി എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്താണ്, എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യണത്. ചിലപ്പോൾ ചെറിയ തെറ്റുകൾ അതിൽ ഉണ്ടാവും, കാരണം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ചെറിയതായിട്ട് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആ തെർമോസ്റ്റാറ്റ് എങ്ങനെ ഒരു ബൾബുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോ ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. ഓക്കെ, ഇതിന്റെ മോഡൽ നമ്പർ പറയുകയാണെങ്കിൽ W1209 ആണ് ഇതിന്റെ മോഡൽ നമ്പർ. ഇത് നമ്മുടെ Amazon.in എന്ന് പറഞ്ഞ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് ആമസോണിന്റെ സൈറ്റാണ്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം W1209 -50 to 100. ഓക്കെ, അത്രയും ടെമ്പറേച്ചർ വരെ ഇതിൽ കൺട്രോൾ ചെയ്യാം. 329 ഇന്ത്യൻ റുപ്പീസ് ആണ് വില കൊടുത്തേക്കുന്നത്, വിത്ത് ഫ്രീ ഡെലിവറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഷോപ്പുകളിൽ അന്വേഷിച്ചാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി തെർമോസ്റ്റാറ്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെയായിട്ട് 3 ഡിജിറ്റുള്ള ഒരു ഡിസ്പ്ലേ പാനലുണ്ട്. അതിന് താഴെയായിട്ട് 3 പ്രസ് ബട്ടണുകളുണ്ട്. ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് പീസ്, ഇതാണ് ഇതിന്റെ റിലേ, നമ്മുടെ സ്വിച്ചിങ് ഫംഗ്ഷൻ, ബൾബിനെല്ലാം കത്തിക്കുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന റിലേ ഇതാണ്. അതിന്റെ സൈഡിലായിട്ട് ഒരു 4 പിന്നുള്ള ഒരു കണക്ടർ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ വൈറ്റ് പോയിന്റിൽ കണക്ട് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ സെൻസർ. ഈ വയറിന്റെ തുമ്പത്ത് ഒരു കുഞ്ഞ് പിന്നുണ്ട്, അതാണ് ഇതിന്റെ സെൻസർ, ഹീറ്റ് സെൻസ് ചെയ്യുന്ന സെൻസർ. ഓക്കെ, ഇനി ഇതിന്റെ സ്വിച്ചുകളുടെ ഫംഗ്ഷൻ, പലർക്കും ഇത് മേടിച്ചവരുണ്ടാവും, പക്ഷെ പലർക്കും ഇതിന്റെ ഫംഗ്ഷൻസ് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് കിട്ടുമ്പോൾ ഇതിന്റെ കൂടെ ഒരു പേപ്പറിൽ ഇതിന്റെ കാറ്റലോഗായിട്ട് ഡീറ്റെയിൽ സ്വിച്ചിങ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. പക്ഷെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ പറഞ്ഞു തരാണ്. ഫസ്റ്റത്തെ സ്വിച്ച്, ഈ സെറ്റ് എന്ന് എഴുതിയേക്കണ ഈ സ്വിച്ച്, ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ സ്വിച്ചാണിത്. ഓരോ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇത്. ഒന്നാമത്തെ സ്വിച്ച്. രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് പ്ലസ് എന്നും പറയുന്നത് മൈനസ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ നമ്മൾ ഈ സ്വിച്ച് വഴി സെലക്ട് ചെയ്താൽ അതിനെ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ, അതായത് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാൻ, അതായത് 1 എന്നുള്ളത് 2, 3 അങ്ങനെ, ഇത് 4 എന്നുള്ളത് 3, 2, 1 ഇങ്ങനെ കുറയ്ക്കാനുള്ള സ്വിച്ചുകളാണ് ഈ 2 എണ്ണം. ഇതാണ് മെയിൻ സെലക്ഷൻ സ്വിച്ച്. ഇതാണ് കണക്ടറുകൾ. ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട സ്ഥലം. ഇതിൽ ആദ്യത്തെ 2 പോയിന്റ് സ്വിച്ചാണ്, റിലേ സ്വിച്ച്. അതായത് ഞാൻ മറ്റേ തെർമോസ്റ്റാറ്റിൽ കാണിച്ചിരുന്ന 2 ബൾബിലേക്കുള്ള വയറുകൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞ 2 പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അതായത് ഈ K0, K1 എന്ന് പറയുന്ന പോയിന്റിൽ ബൾബിലേക്ക് പോകുന്ന വയറിന്റെ ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്തിട്ട് അത് ഫസ്റ്റത്തെ ഒരു പീസ് ഇവിടേക്കും K1ലേക്കും അതിന്റെ മറ്റേ ഭാഗം ബൾബിലേക്ക് പോകുന്ന ഭാഗം K0ലേക്കും കണക്ട് ചെയ്യാം. ഞാൻ എന്തായാലും കണക്ഷൻ കാണിച്ചു തരാം. അതിന്റെ ഇപ്പുറത്തെ പോയിന്റ് 12 വോൾട്ട് +12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്നതും GND എന്ന് എഴുതിയേക്കുന്നതും +12 വോൾട്ട് എന്ന് എഴുതിയേക്കുന്നിടത്ത് അഡാപ്റ്റർ വഴി ഒരു പവർ സപ്ലൈ എന്നുള്ള, അതായത് ചെറിയൊരു അഡാപ്റ്റർ വേണം ഇതിന്. സെപ്പറേറ്റ് നമ്മളത് മേടിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ അത് 12 വോൾട്ട്, അത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്, മാറിപ്പോകരുത്. ഇത് DC വോൾട്ടേജ് ആണ്, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. +12 എന്ന് എഴുതിയതിനോടത്ത് 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പ്ലസ് കണക്ഷൻ തന്നെ കൊടുക്കണം. ഇപ്പുറത്ത് GND എന്ന് എഴുതിയതിനോടത്ത് ഗ്രൗണ്ട് കണക്ഷൻ, അതായത് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ പറഞ്ഞാൽ അവർ അഡാപ്റ്റർ കട്ട് ചെയ്ത് ആ വയർ മാർക്ക് ചെയ്ത് തരും ഏതാണ് പ്ലസ് മൈനസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ ബോർഡിലുള്ള ഫങ്ഷൻസ്. ഇതൊരു കുഞ്ഞ് ബോർഡാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാമറ കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിപ്പം തോന്നുന്നുണ്ടെങ്കിലും ഈ കൈയുടെ ഉള്ളിലിരിക്കാവുന്ന ഒരു ചെറിയ ഒരു ബോർഡാണ്. ഓക്കെ, ഇതിൽ ഹ്യൂമിഡിറ്റി കാണിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, ഓൺലി ടെമ്പറേച്ചർ മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം ഒരു കട്ടർ, ഒരു ടെസ്റ്റർ എന്നുള്ള ചെറിയ ടെസ്റ്റർ അയക്കണം. ഇതിൻ്റെ പിന്നുകൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ടെസ്റ്ററാണ്. അപ്പോൾ ഒരു ചെറിയ ടെസ്റ്റർ, ഒരു ഇൻസുലേഷൻ ടേപ്പ്, ഒരു DC 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ. ഓക്കെ, 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്ററാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എഴുതിയേക്കുന്നത് നോക്കിയാൽ കാണാം. 12 വോൾട്ട്, 2 ആംപിയർ വേണമെന്നൊന്നുമില്ല, ചെറിയ ആംപിയർ മതി, പക്ഷേ 12 വോൾട്ട് ആയിരിക്കണം. ഓക്കെ, 220 കണക്ട് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റർ. ഇത് അഡാപ്റ്ററായി. ഇത് ഞാൻ പറഞ്ഞ W1209 മോഡലിലുള്ള തെർമോസ്റ്റാറ്റ്. പിന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള ബൾബ്. അത് ബൾബ് ഞാനിപ്പോൾ ഒരു 0 ബൾബ്, എൻ്റെ മറ്റേ ബൾബ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 0 ബൾബ് ഇട്ടത്. ഇനി അതൊരു സംശയമായിട്ടായിരിക്കും തോന്നണ്ട. ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ 60 വാട്ടിൻ്റെയോ 40 വാട്ടിൻ്റെയോ 25 വാട്ടിൻ്റെയോ ഒക്കെ ബൾബുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഇരിക്കട്ടെ, ആദ്യം തെർമോസ്റ്റാറ്റിലേക്ക് നമുക്ക് സപ്ലൈ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. ഇതിൻ്റെ തുമ്പിൽ ചിലപ്പോൾ പിന്നായിരിക്കും, നിങ്ങൾ പുതിയത് മേടിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതിൻ്റെ ഈ 2 വയറുണ്ട്, ഇതിൽ ഏതാണ് പ്ലസ് മൈനസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് മൾട്ടിമീറ്റർ. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരും ഈ മൾട്ടിമീറ്റർ മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ പോയിട്ട് അവരോട് ഇതിൻ്റെ പ്ലസ് മൈനസ് ഏതാണ് ചേട്ടാ ഒന്ന് മാർക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ കെട്ടിട്ടോ എന്തെങ്കിലും അവർ ചെയ്തു തരും. ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലെ പ്ലസ് ഏതാണെന്ന്. ഓക്കെ, ഇതിലെ പ്ലസ് ആണ് നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൻ്റെ 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് എന്ന് എഴുതിയേക്കണോടത്ത് കാണുമെന്നറിയില്ല, പ്ലസ് 12 വോൾട്ട് എന്ന് ഇവിടെ എഴുതിയേക്കണോടത്ത് കണക്ട് ചെയ്യേണ്ടത് ആ DC എന്ന് വരുന്ന പ്ലസ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് ഞാൻ അഡാപ്റ്റർ കറണ്ടിൽ കണക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊക്കെ മൾട്ടിമീറ്റർ കാണും. വോൾട്ടേജ് എടുത്തു. വോൾട്ടേജ് എടുത്തിട്ട് DC സെലക്ട് ചെയ്തേക്കണം. ഞാനിവിടെ DC വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇത് 12 വോൾട്ടാണ്. വേറെ DC 12 വോൾട്ടിൽ ഒരിക്കലും കറണ്ടൊന്നും നിങ്ങൾക്ക് അടിക്കില്ല. ഓക്കെ, നല്ല അഡാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കറണ്ട് അടിക്കില്ല. ഞാനിപ്പോൾ ഇത് 2 കൈ കൊണ്ടും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു പോയിന്റ് വയ്ക്കുന്നു, ഇപ്പുറത്തേൽ ഒരു പോയിന്റ് വയ്ക്കുന്നു. അപ്പോൾ -12 വോൾട്ടാണ് കാണിക്കുന്നത്. കാരണം ഞാനപ്പോൾ മൾട്ടിമീറ്റർ വെച്ചേക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഞാൻ തിരിച്ചു വെച്ചു. ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ റെഡ് വരുന്ന ഭാഗമാണ് പ്ലസ്. ഓക്കെ ഓക്കെ ഇപ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട് മൾട്ടിമീറ്ററിൽ. 12.08. അത് ഇത്തിരി ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും. അപ്പോൾ ഈ പോയിന്റാണ് എൻ്റെ പ്ലസ്. ഈ വൈറ്റ് കളർ വരെയുള്ള പോയിന്റാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അപ്പോൾ ഞാനത് ഇനി എനിക്ക് മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പ്ലസ് പോയിന്റ് ഉള്ളത് കിട്ടി. അപ്പോൾ ഞാൻ ഈ അഡാപ്റ്റർ വീണ്ടും പവറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഇതിനി ഇതിലേക്ക് കണക്ട് ചെയ്യണം. കാണിച്ചു തരാം. ഇതാണ് 12 പ്ലസിൻ്റെ പോയിന്റ്. ഇത് ഗ്രൗണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്ലസ് എന്നുള്ള പോയിന്റ് ഇതാണ്, വൈറ്റ് മാർക്കുള്ളത്. ഒരു കാര്യം, നിങ്ങളാണ് ഈ കേബിൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് തുമ്പത്തെ ഇൻസുലേഷൻ കളയുമ്പോൾ അധികം ഒന്നും കളയരുത്. ഒരു ഇത്തിരി ഒരു ചെറിയൊരു പോയിന്റേ കളയാവൂ. കാണുന്നില്ല എന്ന് തോന്നുന്നു.
ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അധികമൊന്നും ഞാൻ കളഞ്ഞില്ല, ഒരു ഇത്തിരി കളഞ്ഞിട്ടുള്ളൂ. കൂടുതൽ കളഞ്ഞാൽ ഇവിടെ 2 വയർ തമ്മിൽ കൂട്ടി മുട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ചെറുതായിട്ട് ഇൻസുലേഷൻ കളഞ്ഞാൽ മതി, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിന് മാത്രം. പ്ലസ് എടുത്തിട്ട് 12 വോൾട്ട് ഗ്രൗണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ 12 വോൾട്ട് പ്ലസ് എന്ന് എഴുതിയേക്കണേ, 12 വോൾട്ട് പ്ലസ് എന്ന് എഴുതിയേക്കണേക്കാണ് നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തു, അതിനുശേഷം ടൈറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട്, അതായത് മൈനസ്, അതിപ്പുറത്തെ പിന്നിലേക്ക് വെച്ചു. അതും നമ്മൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സംഭവം ടൈറ്റായി. ഇനി നമുക്കിതിനെ കറണ്ടിലേക്ക് കണക്ട് ചെയ്യാണ് ഞാൻ. ഓക്കെ, ഇതിപ്പോൾ കറണ്ടിലേക്ക് കണക്ട് ചെയ്തു. സാധനം ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനാണ് ഞാൻ അടുപ്പിച്ച് പിടിക്കുന്നത്. ഇത് ഓണായി, ഇത് ഓണായി പിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഫങ്ഷൻസാണ് ആദ്യം ഞാൻ പറഞ്ഞു തരണത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ, ഡിസ്പ്ലേ ക്ലിയർ ആവണില്ലല്ലേ? ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ, അതായത് ഫസ്റ്റ് ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതാ കാണിക്കുക. ഇപ്പം ഇതിൽ കാണിക്കുന്നത് ഇത് ഡിഫോൾട്ട് സെറ്റിംഗ് ഒന്നല്ല, ഇത് ഒരു യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇതിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പുതിയത് മേടിക്കുമ്പോൾ ചിലപ്പോൾ 35 കാണിക്കണമെന്നില്ല, വേറെ വോൾട്ടേജ് ആയിരിക്കും കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾ അത് നോർമലായിട്ട് വിട്ടേക്കാം, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ വേറെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സെറ്റുമ്മ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് അറിയാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്ലസ് മൈനസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്യണതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ 34 വരെ ഇതിൽ പോകണുള്ളൂ. മൈനസ് പ്ലസ് 39 വരെ പോകണുള്ളൂ. അത് വിട്ട് നമുക്കിത് മാറ്റാൻ പറ്റണില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ മെയിൻ ഒരു മെനു ഉണ്ട്, അതിലിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സെറ്റിങ്ങിലേക്ക് ആദ്യം പോകണം. അതിനായിട്ട് ഈ സെറ്റ് എന്ന് പറഞ്ഞ സ്വിച്ച് നമ്മൾ ഞെക്കി പിടിക്കുക. വലിയ ബലമൊന്നും കൊടുക്കരുത്, നിങ്ങൾക്കറിയാലോ ഇത് ചൈനയുടെ സാധനമാണ്, ചെറിയ പിന്നുകളാണ്. വലിയ ബലം കൊടുത്താൽ ചിലപ്പോൾ ആ സ്വിച്ച് അതോടുകൂടി പോവും. അതുകൊണ്ട് ഒരു നോർമൽ, വലിയ പ്രസ് ചെയ്യാണ്ട് ഒരു നോർമൽ ലെവലിൽ ആ ടിക്ക് സൗണ്ട് കേൾക്കുന്ന പോലത്തെ ഒന്ന് അമർത്തി പിടിക്കാം. അപ്പോൾ ബൾബ് കുറച്ച് നേരം മിന്നും. അതിനുശേഷം ഒരു ഓപ്ഷൻ വരും P0 എന്നുള്ളത് നമുക്ക് ഇവിടെ പ്ലസ് മൈനസിൽ മാറ്റാൻ പറ്റും. അത് പോയി ഒന്നുകൂടി ഞെക്കി പിടിക്കുക. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് കാണിക്കുള്ളൂ, അപ്പോൾ നമ്മൾ മാറ്റണം. ഇവിടെ സ്വിച്ചുമ്പോൾ ഞെക്കി പിടിക്കുന്നു. അപ്പോൾ P0 വന്നു. P0 വരുമ്പോൾ നമുക്ക് ഇവിടെ പ്ലസ്സോ മൈനസോ, ഇപ്പോൾ P6, P5, P4, P3, P2, P1 ഇത്രയും ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് എന്താ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. P0 എന്ന് പറയുന്നത് നമുക്ക് ഈ ടെർമോസ്റ്റാറ്റ് എന്തിന് യൂസ് ചെയ്യാനുള്ളതെന്നാണ്. കൂളിങ്ങിന് വേണ്ടിയാണോ ഹീറ്റിങ്ങിന് വേണ്ടിയാണോ യൂസ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ് ഈ P0 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് P1 നമുക്ക് ഈ തെർമോസ്റ്റാറ്റ്, അതായത് ഈ തെർമോസ്റ്റാറ്റ് തൊടുമയ്ക്കും പോവാണല്ലോ. ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ ഈ P1 എന്നുള്ള ഓപ്ഷൻ ഇത് പോയിക്കോട്ടെ, ഞാൻ ഓരോ ഓപ്ഷൻസ് പറഞ്ഞുതരാം. P1 എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് എത്ര ഡിഗ്രിയിലാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതായത് 35 അല്ലെങ്കിൽ 37 എത്രയിലാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനേക്കാളും ഡിഫറൻസ്, അതായത് എത്ര കൂടുതൽ പോയിട്ട് വേണം ഇത് ഓഫ് ആവാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു 37.5 നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 37 അല്ലെങ്കിൽ 38 ആവുമ്പോൾ ഇത് ഓഫ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് P1 പോയാൽ അതിൻ്റെ ആ എത്ര പെർസെൻറ്റേജ് കൂട്ടണം എന്നുള്ളത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ P2 എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. അതായത് നേരത്തെ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചുല്ലോ, ഇവിടെ പ്രസ് ചെയ്തപ്പോൾ ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് 39 വരെ പോകണുള്ളൂ എന്ന്, 39 വിട്ട് പോകണില്ല പറഞ്ഞു. അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം.
ആ P3 അല്ല P2 നമുക്ക് സെറ്റ് ചെയ്യാം. അത് എത്ര വരെ പോകണം, നമുക്ക് 37.8 വരെ പോയാൽ മതിയോ അല്ലെങ്കിൽ 38 വരെ മാക്സിമം പോയാൽ മതിയോ, നമുക്ക് അവിടെ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഓപ്ഷനാണ് P3യിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇത് മൈനസിലേക്ക് പോകുമ്പോൾ നമ്മൾ 38 അങ്ങനെയൊക്കെ പോയിട്ട് ഇത് ഏറ്റവും കുറവിൽ എത്രയാണോ എത്തുന്നത്, ഇപ്പം 34 വരെയിൽ സെറ്റ് ചെയ്തേക്കണേ, ഇത് വിട്ടിട്ട് താഴേക്ക് പോകണില്ല. നമുക്ക് ഇത് വിട്ട് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിങ്ങിൽ P3യിൽ പോയി ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി P4 എന്ന് പറയുന്നത് നമുക്ക് വലിയ യൂസ് ഇല്ലാത്ത ഒരു ഓപ്ഷനാണ്. P4 കാലിബ്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ തെർമോസ്റ്റാറ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ നിങ്ങൾ വിചാരിക്കുന്നതിന് കൂടുതൽ ടെമ്പറേച്ചർ ആയിട്ട് ഇത് ഓഫ് ആവണില്ല, പക്ഷേ ഇതിലെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് വേറെ ടെമ്പറേച്ചർ ആണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാലിബ്രേറ്റ് ചെയ്ത നല്ല തെർമോമീറ്റർ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് അത് വെച്ച് നോക്കിയിട്ട് അതിലെ ടെമ്പറേച്ചറും നിങ്ങളുടെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷെ സ്റ്റാർട്ടിങ് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ അതിൽ ആവുന്നതും തൊടാതിരിക്കുക. അത് നമുക്ക് യൂസ്ലെസ് ആണ്, നമുക്ക് ആവശ്യമില്ല അത്. ഓക്കെ, നമുക്ക് അത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളതാവുന്നതും അതിന് കൈ വെക്കാണ്ടിരിക്കുക. നോർമൽ കേസിൽ ഇത് കറക്റ്റ് ആയിരിക്കും, ഈ കമ്പനി സെറ്റ് ചെയ്ത് വരുന്നത് കറക്റ്റ് ആയിരിക്കും. ഇൻ കേസ് അങ്ങനെ കൂടുതലൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈമ്മയ്ക്ക് കൈ വെക്കാം. അതുവരെ അതുമ്മ പോയി അധികം ഞെക്കാതിരിക്കുക. കാലിബ്രേഷൻ 0 എപ്പോഴും ഇടുക. അത് കുറയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഓക്കെ, അടുത്തത് P5 എന്നുള്ളതാണ്. P5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ സ്റ്റാർട്ട് ടൈമാണ്. അതായത് നമ്മൾ തെർമോസ്റ്റാറ്റ് ഇപ്പോൾ 37.5 സെറ്റ് ചെയ്തു. ഈ തെർമോസ്റ്റാറ്റ് 35 എന്നുള്ളത് 37.5 എന്നുള്ളത് 37.4 ആകുമ്പോൾ ഓൺ ആവും. നിങ്ങൾക്ക് അങ്ങനെ ഓൺ ആവണ്ട, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ, അതായത് 37.5 നിന്നും ടെമ്പറേച്ചർ താന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ ലൈറ്റ് ഓൺ ആവണ്ട. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ സെറ്റ് ചെയ്യാം 1 മിനിറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് P5 നിന്നും നിങ്ങൾക്ക് കിട്ടണത്. ഓക്കെ, ഇനി അടുത്തതായ P6 എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാമാണ്. അലാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബസറോ വേറെ ഹോണോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനായിട്ട്. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സെൻറ്ററിലായിട്ട് 3 ഡോട്ട് മാത്രം വരും. ഈ കാണുന്ന ഡിസ്പ്ലേ എല്ലാം പോയിട്ട് വെറും 3 വരകൾ മാത്രമായിട്ട് കാണിക്കും. അതാണ് ഇതിൻ്റെ അലാം എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നിങ്ങൾ ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് 37.5 ആണ്. നിങ്ങൾക്ക് അതിൽ അലാം എത്രയിൽ അടിക്കണം എന്നുള്ളത്, അടിക്കല്ല ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേയിൽ ജസ്റ്റ് കാണിക്കുള്ളൂ. അത് എത്രയിൽ കാണിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാം. 37.5 എന്നുള്ളത് 38 ആകുമ്പോൾ നിങ്ങൾക്ക് അലാം കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെറ്റിംഗ് ആക്കി പിടിച്ചു. P0 വന്നു. P0 എന്ന് പറഞ്ഞാൽ കൂളാണോ ഹീറ്റാണോ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ P0 ഇവിടെ ഞെക്കി പിടിച്ച് നമ്മൾ ഒരു മിനിറ്റ് ഫസ്റ്റ് വിട്ടിട്ട് നമ്മൾ ഇത് ഞെക്കി പിടിച്ചു, ഇത് മിന്നും. അതിന് ശേഷം P0 വന്നു. P0 വന്നു കഴിയുമ്പോൾ ഒന്നും കൂടിയും P0 സെറ്റ് ചെയ്യാം. അതാണ് നമ്മൾ സെലക്ഷൻ. ഇപ്പോൾ അത് കിടക്കണം എച്ചിലാണ്. നമുക്ക് ഈ സ്വിച്ചിൽ ഞെക്കിയാൽ അത് C ആവും. C എന്ന് വെച്ചാൽ കൂളിംഗ് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് H ആണ്. ഇതിൽ ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ നമ്മൾ H സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ സെറ്റിൽ ഒന്നും കൂടി അമർത്താം. ഓക്കെ, അപ്പോൾ H സെലക്ട് ആയി. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷനായ P1 പോയി വീണ്ടും സെറ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ 3 ആണ് കാണിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ എത്രയിലെത്തുമ്പോഴാണ് ഇത് ഓഫ് ആവേണ്ടത്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 37.5 ആണെങ്കിൽ അത് 37.5 അത് ഓഫ് ആവില്ല. അതും കഴിഞ്ഞ് വീണ്ടും ഒരു 3 പോയിന്റും കൂടി കയറിയതിന് ശേഷം മാത്രമേ അത് ഓഫ് ആവുള്ളൂ. കണ്ടോ, ഇത് പെട്ടെന്ന് പോകുന്നുണ്ട് ഡിസ്പ്ലേ. അതാണെങ്കിൽ P1 പോവാം, വീണ്ടും സെറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ആണെങ്കിൽ സെറ്റ് ചെയ്തേക്കണം. നമുക്കിത് കൂട്ടാം കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. 37.5 ആണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് 37.6 ആവുമ്പോൾ ഓഫ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ 1 ഇട്ടാം. അല്ല 37.7 ആവുമ്പോൾ ഓഫ് ആവണമെങ്കിൽ 2 കൂട്ടിയിടാം. അതുകൊണ്ട് വീണ്ടും ഈ സെറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് സേവ് ആവുള്ളൂ. അതിനുശേഷം ഓപ്ഷനായ P2 എടുക്കുക, ഞെക്കി പിടിക്കുക, ബ്ലിങ്ക് ചെയ്യും. P0 വന്നു.
P1 വന്നു, P2 എടുക്കുക, വീണ്ടും സെറ്റുമ്മ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 39 കാണിക്കുന്നു. അത് ഹയർ ടെമ്പറേച്ചർ ലിമിറ്റാണ്. അതായത് നമ്മുടെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഫസ്റ്റ് ടൈം വരെ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു 39 ഇപ്പോൾ നിന്നു, പിന്നെ നമുക്ക് ചേഞ്ച് ആവാത്ത തരത്തിലായിരുന്നത്. അതാണ് ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. P2 എന്ന ഓപ്ഷനിൽ കാണിക്കുന്നത് 39. ഈ വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ 39 എന്നുള്ളത് P2 സെറ്റ് ചെയ്തു, 40 ആയി. നമുക്ക് ഒരു 39 വരെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വിട്ട് കുറയ്ക്കാന്ന് വെച്ചാൽ ഒരെണ്ണമെങ്കിൽ നമുക്ക് ഡിഫറൻസ് അതിൽ വേണം. അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ 37 സെറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ 38 39 വരെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൽ നോർമലായി കൊടുത്തേക്കുന്നതാണ്. അത് വിട്ട് നമുക്ക് കൂട്ടാനേ പറ്റുള്ളൂ. അതായത് സെറ്റ് ചെയ്ത് 39 എന്നുള്ളത് നമുക്ക് 40 41 42 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലാക്കാം. 45 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലാക്കാം. പക്ഷെ അത് ഡേഞ്ചറാണ്. ഇൻ കേസ് നമ്മൾ അറിയാണ്ട് കൈയൊക്കെ ഇതുമ്പോൾ തട്ടിയാൽ ചിലപ്പോൾ ഓവർ വോൾട്ടേജ് ആയാൽ നമ്മുടെ മുട്ടകൾക്ക് അത് പ്രശ്നമാണ്. അപ്പോൾ ആവുന്നതും ഏറ്റവും കുറവ് യൂസ് ചെയ്യുക 39. ഓക്കെ, 39 അതിൽ ഡിഫോൾട്ട് സെറ്റാണ്, അത് തന്നെ യൂസ് ചെയ്യാം. അടുത്തത് ഒന്നും കൂടി സെറ്റ് പ്രസ് ഇത് വീണ്ടും പെട്ടെന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഇത് ഓട്ടോമാറ്റിക് അതിൻ്റെ സെറ്റിംഗ് ആണ്. P0 P1 P2 P3 സെലക്ട് ചെയ്യുക, അത് ഓക്കെ അടിക്കുക. ഇപ്പോൾ 34 ഇത് ലോവർ ടെമ്പറേച്ചറാണ്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണോ വേണ്ടതെന്നുള്ളത് അത് 34 ആണ് ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാൻ പറ്റണത്. കാരണം നമ്മൾ ഇപ്പോൾ അവതരിച്ചാൽ നമ്മുടെ മെയിൻ ഫസ്റ്റ് സ്ക്രീനിൽ പോയിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഞെക്കാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു നേരത്തെ, ഇവിടെ ഞെക്കാണെങ്കിൽ ഇത് ഏറ്റവും കുറഞ്ഞത് 34 വരെ പോവുള്ളൂ. അപ്പോൾ അവതരിച്ചാൽ നമ്മൾ ഞെക്കിയാലും അത് ഓവറായിട്ട് കുറഞ്ഞു പോവില്ല. നമുക്ക് ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ 34നും 39നും ഉള്ളിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കൂട്ടി വയ്ക്കണം. ഇപ്പോൾ 40 42 43 അങ്ങനെ കൂട്ടി വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ആകും. പക്ഷെ അതൊന്നും വലിയ യൂസുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ എന്നാലും ഇതിലുള്ള ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ പറയണമെന്ന് മാത്രം. വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. P0 വന്നു, അപ്പോൾ നമ്മൾ P1 പറഞ്ഞു, P2 പറഞ്ഞു, P3 പറഞ്ഞു. അടുത്തതാണ് P4. ഇതാണ് ഞാൻ കാലിബ്രേഷൻ്റെ കാര്യം പറയുന്നത്. ഞാൻ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ 0 ആണ് കാണിച്ചേക്കണം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം, കൂട്ടാ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും ചെയ്യണ്ട. കാരണം ഇത് ഓൾറെഡി സെറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ അതിന് കൂടുതൽ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ അടുത്തത് P0 P1 P2 P3 P4 കഴിഞ്ഞു. ഇനി P5 ആണ്. P5 എന്ന് പറയുന്നത് ഡിലേ സ്റ്റാർട്ട് ടൈമാണ്. ഇത് മിനിറ്റാണ് ഈ കാണിക്കുന്നത്. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ വിട്ട് താഴ്ന്നു കഴിയുമ്പോൾ എത്ര മിനിറ്റ് കഴിയുമ്പോൾ തെർമോസ്റ്റാറ്റ് ഓൺ ആവണം എന്നുള്ള ടൈം സെറ്റ് ചെയ്യുന്ന ഒരിതാണ്. ഇത് ടെമ്പറേച്ചർ അല്ല ഈ കാണിക്കുന്നത്. 10 മിനിറ്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ 1 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബൾബ് കണ്ടിന്യൂസ് പെട്ടെന്ന് ഓൺ ആവില്ല. ടെമ്പറേച്ചർ കുറഞ്ഞാലും 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞതിന് ശേഷമൊക്കെ ആവുള്ളൂ. അതായത് 1 മിനിറ്റ് ആകുമ്പോഴേക്കും 1-2 ഡിഗ്രിയൊക്കെ കുറയും, അപ്പോൾ സെറ്റ് ഓൺ ആവുള്ളൂ. ഓക്കെ, അടുത്തത് P0 ആയി, P1 ആയി, P2 P3 P4 P5 P6 ആണ് അലാം. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓണെന്ന് കാണിക്കണ്ടല്ലോ, ഇതിപ്പോൾ അലാം ഓണാണ്. ഇതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഒന്ന് ഓണാണ്. തൊടുമ്പേക്കും പോവാണല്ലോ. P0 P6 നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ ഓണെന്ന് കാണിക്കും. ഇവിടെ പ്രസ് ചെയ്താൽ ഓഫ്, ഒന്നുകൂടി ഇവിടെ പ്രസ് ചെയ്താൽ ഓൺ ആണ്. അല്ലെങ്കിൽ ഇതുമ്പോൾ തന്നെ പ്രസ് ചെയ്താൽ ഓഫ് കാണിക്കും. ഓഫ് ചെയ്താൽ അലാം ഓഫ് എന്നർത്ഥം. ഇതും ഒന്നുകൂടി ഞെക്കിയാൽ ഓൺ, സ്ക്രീനിൽ ഓൺ എന്ന് കാണിച്ചാൽ ഓൺ ആണ്. ഈ ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ സെറ്റും ഒന്നുകൂടി ഞെക്കിയാൽ എത്രയിലാണ് അലാം അടിക്കേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ഈ കാണിക്കേണ്ടത്. 37 സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു 38 39 അലാം അടിച്ചാൽ മതി. എന്നാൽ അത്രയും ചൂടാകുമ്പോൾ കോഴിമുട്ടയ്ക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 39 സെറ്റായിരുന്നു കേട്ടോ. 39 ഞാൻ സെറ്റ് ചെയ്തു. ഇവിടെ വീണ്ടും സെറ്റ് അടിച്ചു. അപ്പോൾ എല്ലാനും സെറ്റായി. നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യുന്ന വിവരം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ പറയാനുള്ളത് വേറെ ഈ ലൈറ്റ് കത്തണത് നമ്മുടെ റിലേ ഓൺ ആകുമ്പോഴാണ്. അതായത് ബൾബ് കത്തുമ്പോൾ ആണ് ഈ ലൈറ്റ് നമ്മുടെ നോർമലി കത്തുക. അത് ഈ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കെടും. ഓക്കെ, പിന്നെ വേറെ ചിലവർക്കുള്ള സംശയമാണ് ഇതിൽ കറണ്ട് വരുമോ എന്നുള്ളത്. ഈ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസറിൽ ഇത് നല്ല തെർമോസ്റ്റാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കറണ്ട് വരില്ല.
പിന്നെ ഇപ്പം ഞാനിത് കയ്യിൽ പിടിച്ചേക്കുന്നത് ഇതിൽ നമ്മൾ 12 വോൾട്ട് അഡാപ്റ്റർ വഴിയുള്ള സപ്ലൈ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കയ്യിൽ പിടിച്ചേക്കുന്നത്. കയ്യിൽ പിടിച്ചാൽ തന്നെ ഇതിലെ പിന്നുകളിലും ആവുന്നതും തൊടാതെ സൂക്ഷിക്കുക. IC ഉള്ള ബോർഡ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല എർത്തോ കാര്യങ്ങളൊക്കെ അതിലേക്ക് കിട്ടിയാൽ ചിലപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ. ഇത് എത്ര ചൂടാവുന്നോ ഇവിടെ ടെമ്പറേച്ചർ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇത് കയ്യിൽ പിടിച്ചാൽ ഇത് പെട്ടെന്ന് ഈ ടെമ്പറേച്ചർ കൂടും. നോക്കിക്കോ, കണ്ടോ ടെമ്പറേച്ചർ കയറിപ്പോയതേ. അതിൽ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയപ്പോൾ ലൈറ്റ് കെട്ടു. ഇപ്പം ഞാൻ കൈ വിടാണ്, ഇപ്പോൾ ടെമ്പറേച്ചർ താഴ്ന്നു വരും. കണ്ടല്ലോ, അപ്പോൾ അതിൽ സെറ്റ് ചെയ്തേക്കണ ആ ഒരു ടെമ്പറേച്ചർ ലെവലെത്തുമ്പോൾ വീണ്ടും റിലേ ഓൺ ആവും, ആ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചേക്കണ ബൾബ് കത്തും. ഇതിപ്പോൾ കത്തിക്കോളും. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പോൾ ആവുന്നത് നമുക്ക് ഒന്നും കൂടിയും ഈ സെറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടിയും ഓർക്കാം. കാരണം നമ്മൾ അതൊന്നും കറണ്ടിൻ്റെ ലൈൻ നമുക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബൾബിലേക്ക് പോകുന്ന വയറിൻ്റെ ഒരു സൈഡ് ഇതിൽ കണക്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്തെ ഭാഗം ഈ സൈഡിൽ നിന്നാണ് എടുത്ത് പോകേണ്ടത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പവർ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ സെറ്റിങ് നമ്മൾ ചെയ്തേക്കുന്നത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. അതിന് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നു. പ്രസ് ചെയ്ത് പിടിച്ച് P0 എടുത്തു. P0 ഹീറ്റാണോ P0 എടുത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ഹീറ്റിലാണ് കിടക്കുന്നത്, ഓക്കെ ആണ്. അതിനുശേഷം വീണ്ടും സെറ്റ് അടിച്ചു. P0 കഴിഞ്ഞു. P1 എടുത്തു. P1 എടുത്ത് വീണ്ടും സെറ്റ് അടിച്ചു. അത് നമ്മുടെ ഡിഫറൻസ് എത്ര ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓഫ് ആവണ്ടേ എന്നുള്ളത്. അതായത് 37.5 ആണെങ്കിൽ 37.67 ആയാൽ മാത്രമാണ് ഇത് ഓഫ് ആവുള്ളൂ തെർമോസ്റ്റാറ്റ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു, ഓക്കെയാണ്. അതിനുശേഷം അടുത്തതായ P2 എടുത്തു. P2 39 ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഹയർ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ് P2 കൊടുത്തേക്കുന്നത്. ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ അല്ല എങ്കിലും നമുക്ക് ഞാൻ പറയണം P2 എന്നുള്ളത് ഹയർ ടെമ്പറേച്ചർ. ഓക്കെ അടിക്കുക. P3 എടുത്തു, ഓക്കെ അടിച്ചു. അത് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു 34 ആണ് മാക്സിമം കുറയ്ക്കാൻ പറ്റുള്ളൂ, അവിടെ കുറയ്ക്കാൻ പറ്റില്ല. അതൊരു കമ്പനി ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അതും നമ്മൾ സെറ്റ് അടിച്ചു. P4 എടുത്തു, സെറ്റ് അടിച്ചു. ഇത് കാലിബ്രേഷനാണ്, നമുക്കത് ആവശ്യമില്ല, നമ്മൾ യൂസ് ചെയ്യേണ്ട P4 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ, വീണ്ടും ഓക്കെ അടിക്കുകയാണ്. ഇപ്പോൾ P4 കഴിഞ്ഞു. ഇനി P5 എത്ര മിനിറ്റ് ഡിലേ കഴിഞ്ഞിട്ട് വേണം ഇത് ഓൺ ആവാൻ. 1 മിനിറ്റ് ഡിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്തവർക്ക് അതും ഓഫ് ചെയ്ത് കളയാം. P5 സെറ്റ് എടുത്തിട്ട് അത് 0 ആക്കാം. അത് സെറ്റ് അടിച്ചു. ഇനി P6 അലാമിൻ്റെ സെറ്റിംഗ് ആണ്, അത് ഓണാണ്. നമ്മൾ 39 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 38 സെറ്റ് ചെയ്യണം. നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്ര ടെമ്പറേച്ചർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അടിച്ചു, അതും കഴിഞ്ഞു. അപ്പോൾ ഈ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ ലൈറ്റ് കത്തിയത് കണ്ടല്ലോ. ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ ടെമ്പറേച്ചർ 30 ആയിരുന്നു. അതുകൊണ്ടാണ് 30 ആയിരുന്നപ്പോൾ ലൈറ്റ് കത്തിയത്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ ആക്കി മാറ്റാണ്. ഇവിടെ സെറ്റിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യാം. അതിനെ കൂട്ടി നമുക്ക് വേണ്ട ടെമ്പറേച്ചർ 37.6 ഇരുന്നോട്ടെ, അതായിരിക്കും നല്ലത്. 37.6 നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഈ 37.78 ഒക്കെ ആവുമ്പോഴാണ്, 8 or 9 ആവുമ്പോഴാണ് ഈ റിലേ ഓഫ് ആവുള്ളൂ. ഞാനൊന്നുകൂടി കൈവച്ച് ചൂടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 37 ഇപ്പോൾ 30 37.8 37.6 അല്ല സെറ്റ് ചെയ്ത് 37.8 ആവുമ്പോഴായിരിക്കും ഇത് ഓഫ് ആവാം. ഞാൻ കൈ ഒന്ന് ചൂടാക്കണം. ഇത് ടെമ്പറേച്ചർ കയറും. കൈയിട്ട് ഉരയ്ക്കാം. 35 ആയി, 36 ആയി. ആ LED ലൈറ്റ് ഓഫ് ആവണത് നോക്കിക്കോളൂ, എത്ര ടെമ്പറേച്ചറിലാണ്. 37.5 ആയി, കണ്ടല്ലോ. 37.8 ആയിപ്പോൾ ലൈറ്റ് ഓഫായി. ഇനി ആ ടെമ്പറേച്ചർ 37.5 ആയപ്പോൾ വീണ്ടും കത്തി. ഈ ഡിലേ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ടൈം 1 മിനിറ്റ് എന്തെങ്കിലും കൊടുത്താൽ ലൈറ്റ് പെട്ടെന്ന് കത്തില്ല. ഓക്കെ, നല്ല ഇൻക്യുബേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ചെറുതായിട്ട് എയറൊക്കെ പുറത്തേക്ക് നന്നായിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ 1 മിനിറ്റ് ഡിലേ കൊടുക്കുക. അപ്പോൾ
ചെറുതായിട്ടൊന്ന് ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം ബൾബ് ഓൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് ലൈറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് വയർ കണക്ട് ചെയ്യാം. ഇത് ഓഫ് ചെയ്തു, അഡാപ്റ്റർ ഞാൻ റിമൂവ് ചെയ്തു. ഇനി അഡാപ്റ്റർ പ്ലഗിൽ കുത്തുന്നത് കാണിക്കാത്തത് എനിക്കിവിടെ വീഡിയോ പിടിക്കാനായിട്ട് വേറെ ആരും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾബ്. ഇത് ബൾബിലേക്ക് പോകുന്ന വയർ. ഇത് ബൾബിൻ്റെ വയറിൻ്റെ എൻഡാണ്, കറണ്ട് കുത്താനുള്ള ഭാഗം. ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കിയിടാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. ഇത് തെർമോസ്റ്റാറ്റ്, ഇത് ബൾബ്. ഈ ബൾബിൻ്റെ വയർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, നിങ്ങളിപ്പോൾ ഏത് വയറോ യൂസ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിട്ട് നിങ്ങൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യണതിനനുസരിച്ചിട്ടോ, ഞാൻ ഈ കണക്ട് ചെയ്യണ അതേപോലെ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. നിങ്ങളുടെ ഇൻക്യുബേറ്ററിൽ നിങ്ങൾക്ക് എവിടെയാണോ ഈ തെർമോസ്റ്റാറ്റ്, പുറത്താണോ പിടിപ്പിക്കാൻ സൗകര്യം, ഉള്ളിലാണോ, എവിടെയാണെന്ന് വെച്ചാൽ പിടിപ്പിച്ചോ, അവിടെ ആയിട്ട് ഈ ബൾബിൻ്റെ വയർ നിങ്ങൾ കട്ട് ചെയ്യാം ഒരു സൈഡ്. ഓക്കെ, കറണ്ടിൽ നിന്ന് വരുന്ന വയർ, ഇത് ബൾബിലേക്ക് പോകുന്ന വയർ. ഇതിൻ്റെ ഒരു വയർ, മറ്റേ വയർ തൊടേ വേണ്ട, ഒരു വയർ ഡയറക്റ്റ് ബൾബിലേക്ക് പോകുന്നുണ്ട്. ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തു. അതിൻ്റെ തുമ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ കഷ്ണം, കൂടുതൽ കട്ട് ചെയ്യരുത്. കൂടുതൽ കട്ട് ചെയ്താൽ അവിടെ ഷോർട്ട് ആവും. കണ്ടല്ലോ, പിന്നുകൾ നല്ല അടുപ്പിച്ചാണ് പിന്നുകൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നീട്ടത്തിൽ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ഈ ബൾബ് ഒന്ന് ഊരട്ടെ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കറണ്ടിലേക്ക് നിന്ന് വരുന്ന വയറ് ബൾബിലേക്ക് പോകുന്ന വയറിൻ്റെയും ഈ ഇടയിലായിട്ട്, അതായത് ഇങ്ങനെയായിരുന്നു വയറ്, ഇടയിലായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒരു സൈഡ്. ആ കട്ട് ചെയ്ത സൈഡിനെ ഞാൻ ഈ റിലേയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. റിലേയിലേക്ക് കണക്ട് ചെയ്യുക, റിലേ മീൻസ് ഈ കണക്ടറിലേക്ക് K0 K1 എന്നുള്ള പോയിന്റിലേക്ക്. വീഡിയോ കുറേ ടൈം എടുക്കേണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും പറഞ്ഞാലും മനസ്സിലാവാത്ത പലവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കണേ. നിങ്ങൾക്കിതൊക്കെ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ഓടിച്ചു വിടാം. പക്ഷെ അറിയാത്തവർക്ക് ക്ലിയറായി മനസ്സിലാവണം, അതാണ് എൻ്റെ ആവശ്യം. അത് ഓക്കെ, ഊരിപ്പോന്നല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കറണ്ടിൻ്റെ വയറിൽ കണക്ട് ചെയ്താൽ പിന്നെ ഇതിൽ പവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ കറണ്ടിൻ്റെ വയർ കണക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും, ഏതിലാണ് ഫേസ് വരുന്നത്. അതായത് നമ്മൾ ടെസ്റ്റർ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ വയറിൽ തൊടുമ്പോൾ നമ്മുടെ ടെസ്റ്റർ കത്തുന്ന തരത്തിലുള്ള ആ വയർ കട്ട് ചെയ്താൽ ഇത്തിരി നന്നായിരിക്കും. ഏത് കട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ അത് കട്ട് ചെയ്താൽ റിലേ ഓഫായി പിന്നെ കറണ്ട് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലേക്കേ പോവില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ നല്ലത്. ഓക്കെ, നമ്മൾ ബൾബ് കണക്ട് ചെയ്തു. ഓക്കെ, ഇത് ബൾബിൻ്റെ ഹോൾഡർ, അതിനുള്ള വയറിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതിൽ കൂടെ കയറ്റി ഇറക്കി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ പവർ ഉണ്ടാവും, പക്ഷേ സെൻസറിൽ സെൻസറിൻ്റെ തുമ്പത്ത് നീണ്ടു കിടക്കുന്ന വയറിലൊന്നും പവർ കാണില്ല. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചു, ഹോൾഡറിൽ ബൾബ് ഇട്ടു. അപ്പോൾ
നമ്മൾ ഇത് കറണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ബൾബിൽ നിന്ന് വന്നേക്കണ വയറിൻ്റെ ഒരെണ്ണം നമ്മൾ റിലേ കൂടെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ 12 വോൾട്ട് DC ആണ് കൊടുത്തേക്കണത്. ബ്ലാക്ക് വയർ, വൈറ്റ് വയറിൽ മാത്രമാണ് പവർ വരുന്ന വയർ. അഡാപ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡാപ്റ്റർ ആദ്യം തന്നെ ഇതിലേക്ക് കറണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അഡാപ്റ്റർ ഞാൻ കറണ്ടിൽ കുത്തി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓണായി. ഓക്കെ, ഇനി നമ്മൾ ഈ ബൾബിൻ്റെ വയർ കറണ്ടിലേക്ക് കുത്തിയേക്കുന്നത് അത് ഓണാക്കാനായിട്ട് പോവാണ്. ഇത് ഓണായി. ഇപ്പോൾ നമ്മുടെ ബൾബും ഓണായി, തെർമോസ്റ്റാറ്റും ഓണാണ്. തെർമോസ്റ്റാറ്റിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ആക്ടിവേറ്റഡ് ആണ്. ഈ സൈഡിലൂടെ ഒരു ലൈറ്റ് കത്തി കാണണം. ഇനിയിപ്പോൾ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഈ സർക്യൂട്ടിൽ നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സർക്യൂട്ടുകളിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചിൽ തൊടാം, ഒരു കുഴപ്പമില്ല. ഈ സെൻസറിലും നിങ്ങൾക്ക് തൊടാം. ഇത് സെൻസർ, ഇതിലും കൈ കൊണ്ട് തൊടാം, നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല. നല്ല തെർമോസ്റ്റാറ്റ് ആണെങ്കിൽ കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഷോക്ക് അടിച്ച് എന്നെ കുറ്റം പറയരുത്. നല്ല തെർമോസ്റ്റാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൊടാം. ഇപ്പോൾ കാണാമല്ലോ, ഇന്ന് വന്നേക്കുന്ന വയറാണ്, ഞാൻ പിടിച്ചിട്ടുണ്ട്, ഷോക്ക് അടിക്കില്ല, പേടിക്കണ്ട. അടുത്തത് നമുക്കിനി ഈ തെർമോസ്റ്റാറ്റിനെ ടെസ്റ്റ് ചെയ്യലാണ്. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 37.5 ആണ്. അപ്പോൾ 37.8 രണ്ട് ഇത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 37.8 ആകുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആവണം. അപ്പോൾ ഞാനിങ്ങനെ ചൂടാക്കാൻ പോവാണ്. ടെമ്പറേച്ചർ കൂടുന്നത് നിങ്ങൾക്ക് കാണാം. അത് 7.8 ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആവണം. ഓഫ് ആയാൽ നമ്മുടെ സർക്യൂട്ട് സക്സസ് ആണ്. ഓക്കെ, 37.9 ആയപ്പോൾ, അതായത് 8 വിട്ട് കയറിയപ്പോൾ ഓഫായി. 9 ആയപ്പോൾ ഓവർ ടെമ്പറേച്ചർ ആയപ്പോഴാണ് ഈ അലാമാണ് ഈ കാണിക്കുന്നത്. 3 വരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അലാം എന്നാണ് അർത്ഥം. നമ്മൾ അലാം 39 സെറ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ കണ്ടല്ലോ, ടെമ്പറേച്ചർ വീണ്ടും അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വിട്ട് കുറഞ്ഞപ്പോൾ വീണ്ടും ലൈറ്റ് ഓണായി. ഇനി വീണ്ടും ഞാൻ ലൈറ്റ് ഓഫാക്കി കാണിച്ചു തരാം. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടാണ്. ഞാൻ ഈ കൈയിട്ട് ഉരയ്ക്കുന്നത് ഈ സെൻസറുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവാനാണ് കേട്ടോ, വേറെ ഒന്നിനല്ല. എൻ്റെ കൈമേത്തെ ചൂട് വരുമ്പോൾ നമുക്ക് ഇവിടെ തെർമോസ്റ്റാറ്റിന് ചൂട് കിട്ടും, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, ഓഫായി. ഇനി ഇത് കൂളാവുമ്പോൾ 37.8 വിട്ട് കുറയുമ്പോൾ ലൈറ്റ് വീണ്ടും കത്തും. ഈ ഡിലേ വേണമെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് 1 മിനിറ്റ് 2 മിനിറ്റ് നമുക്ക് ടൈം സെറ്റിങ്ങിൽ, അതായത് P5 നമുക്ക് അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഡിലേ കൊടുത്താൽ പെട്ടെന്ന് ഈ ബൾബ് ഓൺ ആവില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ ബൾബ് ഓൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. ഇനി ഈ സർക്യൂട്ടിന് നിങ്ങൾ എന്തെങ്കിലും ബോക്സിലോ എന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങളുടെ ഇൻക്യുബേറ്ററിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുക. കാരണം ബോക്സിലാകണമെന്ന് പറയാൻ കാരണം ഇതിലിപ്പോൾ പവർ ഉണ്ട്. നമ്മൾ ഈ പോയേക്കണ വയറിൽ, ബൾബിലേക്ക് പോയേക്കണ വയറിൽ 220 വോൾട്ടാണ് ഉള്ളത്. ഇവിടെ ഒരു സ്വിച്ച് പോലെ കണക്ട് ചെയ്തേക്കണമെന്നുള്ളൂ. അത് നമ്മൾ സർക്യൂട്ടിലേക്ക് വേണമെങ്കിൽ അതിൽ പവർ ഉണ്ടാവും. കൈ കൊണ്ടൊക്കെ തൊട്ടാൽ ഷോക്ക് അടിക്കും. സെൻസറിൽ പക്ഷേ ഷോക്ക് ഉണ്ടാവില്ല. ഈ ബോർഡിൽ ഷോക്ക് ഉണ്ടാവില്ല നോർമൽ കേസിൽ, പക്ഷേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്, ചിലപ്പോൾ ഷോക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. അതിനെ നല്ലൊരു ബോക്സിലാക്കി നിങ്ങളുടെ ഇൻക്യുബേറ്ററിൻ്റെ മുകളിലോ സൈഡിലോ എവിടെയെങ്കിലും ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കി ഫിറ്റ് ചെയ്താൽ നന്നായിരിക്കും, അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഇൻക്യുബേറ്ററിൻ്റെ ഈ തെർമോസ്റ്റാറ്റിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി പറഞ്ഞേക്കണത്. ചിലപ്പോൾ ഇതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം ചെറിയ തോതിൽ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന് തോന്നണം, പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഈ സാധനം എവിടെ കിട്ടാമെന്ന് വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ട. Amazon.in എന്ന് പറഞ്ഞ സൈറ്റിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ ചോദിച്ചാൽ ഈ തെർമോസ്റ്റാറ്റ് കിട്ടും. തെർമോസ്റ്റാറ്റിൻ്റെ മോഡൽ നമ്പർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇത് മറ്റേ തെർമോസ്റ്റാറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് മാനുവൽ തെർമോസ്റ്റാറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് ഇൻക്യുബേറ്റർ അടിപൊളിയാക്കാം. ഞാൻ മറ്റേ തെർമോസ്റ്റാറ്റിൽ ഈ ബൾബൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു. അതേപോലെ ബൾബ് ഫിറ്റ് ചെയ്യാം. ഒരു ബൾബ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു കണക്ടർ പിടിപ്പിച്ചിട്ട് ഇവിടുന്ന് 2 ബൾബ്, അതുപോലെ ഫാനിലേക്കുള്ള കണക്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒരു കണക്ടറോട് പിടിപ്പിച്ചാൽ മതി. തെർമോസ്റ്റാറ്റിൽ നിന്ന് വന്ന വയർ ഇവിടെ എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട്
ഒരു കണക്ടർ പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് 2 ബൾബിലേക്കും ഒരു ഫാനിലേക്കുള്ള കണക്ഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ വയറാണ്, ഇത് തെർമോസ്റ്റാറ്റ്. ഓക്കെ, ഈ തെർമോസ്റ്റാറ്റിൽ നിന്ന് ഇത് കറണ്ടിൽ നിന്ന് വരുന്ന വയറ്. ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഇത് തെർമോസ്റ്റാറ്റ്, ഇത് 4 പിന്നിൽ ഇത് 12 വോൾട്ടാണ്. ഇതിൻ്റെ പ്ലസ് ഇത് മൈനസ് ഇത് നമ്മൾ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇത് കറണ്ടിലേക്കുള്ള വയറാണ്. ഇത് ഇവിടെ നമ്മുടെ ബൾബുണ്ട്. ഓക്കെ, ഇത് ബൾബിലേക്ക് പോകണതിന് പ്ലസും മൈനസും ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ബൾബ്. ഇതിൽ നിന്ന് വരുന്ന വയറ്, ബൾബിൻ്റെ 2 വയറിൽ നിന്ന് ഒരു വയറ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. ആ വയറിൻ്റെ മറ്റേ ഭാഗം ഇതിൽ നിന്ന് എടുക്കും. ഈ ബൾബിൻ്റെ ഇപ്പുറത്തെ കാൽമേൽ നിന്ന് എടുക്കുന്ന വയറ് ഇങ്ങനെ കൊണ്ടുപോയി നേരെ ഇത് കറണ്ടിൽ കുത്താം. 220 വോൾട്ട്. ഓക്കെ, ഈ വയറിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കണക്ടർ പിടിപ്പിച്ചിട്ട്, ഈ വയർ കട്ട് ചെയ്ത് ഇവിടെ ഒരു കണക്ടർ പിടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കണക്ടർ പിടിപ്പിച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ വയർ എടുത്തിട്ട് നിങ്ങൾക്ക് വേറൊരു ബൾബിലേക്കും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ബോക്സിൻ്റെ ഉള്ളിലാണ്ട് സെറ്റ് ചെയ്യണം കേട്ടോ. 25 വാട്ടിൻ്റെ 2 ബൾബ്. ഓക്കെ, 2 ബൾബ് കണക്ട് ചെയ്തു. ഫാനിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഒരു ഫാനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഫാൻ 220 ആണെങ്കിൽ മാത്രം ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അല്ല 12 വോൾട്ടിൻ്റെ എന്നുണ്ടെങ്കിൽ വീണ്ടും അഡാപ്റ്റർ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് 220യുടെ ഫാൻ ആണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് കണക്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഫാൻ കത്തിപ്പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ഇത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. ഈ 12 വോൾട്ടിൻ്റെ പ്ലസും മൈനസും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പ്ലസ് മാർക്ക് ചെയ്ത് തരാൻ പറയുക. അഡാപ്റ്ററിൽ നിന്ന് തന്നെ പവറിൽ പ്ലസ് എന്ന് മാർക്ക് ചെയ്ത് തരാൻ പറയുക. ആ പ്ലസ് നിങ്ങൾ ഇവിടെ എഴുതിയേക്കണ 12 വോൾട്ട് പ്ലസ് എന്നുള്ള പോയിന്റിൽ കണക്ട് ചെയ്യുക. മാറ്റി കൊടുത്താൽ ചിലപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് കത്തിപ്പോവും. അതായത് കൂടുതൽ ഐസിയും കാര്യങ്ങളുള്ള തെർമോസ്റ്റാറ്റിലൊക്കെ ഓപ്പോസിറ്റ് വോൾട്ടേജ് ഒക്കെ വന്നാൽ ചിലപ്പോൾ അത് അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് അല്ലാണ്ട് ഇത് സെയിം മോഡൽ തന്നെ നമുക്ക് 12 വോൾട്ട് ഇവിടെ കൊടുക്കുന്നതിന് പകരം നമുക്ക് 220 വോൾട്ട് 220 വോൾട്ട് കൊടുക്കാൻ പറ്റുന്ന മോഡലുകൾ തെർമോസ്റ്റാറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് എവിടെ കിട്ടാമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. നാട്ടിൽ ഞാൻ സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ തെർമോസ്റ്റാറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണോ അവിടെ ചിലപ്പോൾ അങ്ങനത്തെ മോഡലുകൾ ഉണ്ടാവും. അതായത് ഡയറക്റ്റ് 220 കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വേറൊരു അഡാപ്റ്റർ മേടിക്കുന്ന പൈസ ചിലവ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇങ്ങനത്തെ മോഡൽ മേടിക്കുകയാണെങ്കിൽ 12 വോൾട്ടിൻ്റെ ഒരു DC അഡാപ്റ്ററും കൂടി നിങ്ങൾ മേടിക്കേണ്ടി വരും. പിന്നെ വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി കാണിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ ഇല്ല. ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് കാണിക്കും, പക്ഷേ ഹ്യൂമിഡിറ്റി കാണിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി കാണിക്കുന്ന ഒരു മീറ്ററും കൂടി ഉണ്ടെങ്കിൽ, അന്ന് ഞാൻ കാണിച്ചു തന്ന പോലത്തെ ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കാണിക്കുന്ന പോലത്തെ ഒരു മീറ്ററും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ല നിങ്ങൾക്ക് പൈസ ചിലവ് ചുരുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റി കാണിക്കുന്ന മീറ്റർ വാങ്ങണ്ട. അതിന് പകരം പാത്രത്തിൽ നന്നായിട്ട് വെള്ളമൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ട് പോവുക. ഓക്കെ, ഒരു ഹ്യൂമിഡിറ്റി കാണിക്കുന്ന ടെസ്റ്റർ ഉണ്ടായാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തെർമോസ്റ്റാറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു വിഷമമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ പേര് കാണാനായിട്ട് ഇടയാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ എക്കോൺ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പുതിയ വീഡിയോകൾ കാണാനായിട്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇത്ര നീട്ടി പറഞ്ഞേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കരുതാരും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ല് വരും. ആ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിലൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ബൈ ബൈ.